ഹായ്, ഇന്നത്തെ യാത്ര വൈക്കത്തേക്കാണ്. KSRTC ബസ്സിലൊരു വൈക്കം യാത്ര. ഇപ്പോൾ ഞാൻ പാലായിലാണ്. പാലായിൽ നിന്നാണ് വൈക്കത്തിലേക്ക് ബസ്സിൽ കയറിയത്. ഇത് കൊട്ടാരമറ്റം സ്റ്റാൻഡ്, KM മാണി സ്മാരക സ്റ്റാൻഡാണ്. ഇപ്പോൾ വൈക്കത്ത് നിന്ന് പാലായിൽ നിന്ന് 53 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 1.5 മണിക്കൂറാണ് റണ്ണിങ് ടൈം. എപ്പോഴും നമുക്ക് ബസ് ലഭ്യമാണ്. KSRTCയും പ്രൈവറ്റും ലഭ്യമാണ്. KSRTC പോകുമ്പോൾ തന്നെ അത് പ്രത്യേക ഒരു വൈവാണ്. ആനവണ്ടിയിലുള്ളൊരു വൈക്കം യാത്ര. വൈക്കം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യമേ മനസ്സിലേക്ക് വരുന്നത് മമ്മൂട്ടിയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും മുഖമാണ്. അവരുടെ നാടായ വൈക്കത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് പോകുന്ന കോഴയിലേക്കുള്ളൊരു സൈൻ ബോർഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പാലായിലെ ചെറിയ ടൗണുകളിലൂടെയുള്ള നമ്മുടെ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കെല്ലാം സൈഡിൽ മനോഹരമായൊരു പള്ളി കാണാൻ സാധിക്കുന്നുണ്ട്. വൈക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വൈക്കത്ത് നമുക്ക് ഈസി ആയിട്ട് ആലപ്പുഴയിലേക്കും എറണാകുളത്തേക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് വൈക്കം. അതായത് വൈക്കത്ത് നിന്ന് വൈക്കം വേമ്പനാട് കായൽ വഴി നമുക്ക് ഈസി ആയിട്ട് ആലപ്പുഴ ജില്ലയിലേക്ക് കിടക്കാം. അവിടെ നിന്ന് എപ്പോഴും ബോട്ട് സർവീസ് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ എപ്പോഴും എറണാകുളത്തേക്കും എല്ലാം ബസ് സർവീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ റബ്ബർ തോട്ടത്തിലൂടെയുള്ള യാത്രയിലാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നെൽപ്പാടങ്ങളും കണ്ടങ്ങളും അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി കുന്നുകളും മലകളും താണ്ടി നിരപ്പായ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. പോകുന്ന വഴിക്കെല്ലാം നല്ല അടിപൊളി പച്ചപ്പ് കാണാൻ സാധിക്കും. അടിപൊളി വൈവാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ വണ്ടി കുറവിലങ്ങാട് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കോട്ടയം ജില്ലയിലെ സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇപ്പോൾ നമുക്കിവിടെ വിത്തുൽപാദന കേന്ദ്രം നമുക്ക് കാണാൻ സാധിക്കും. അതൊരു മൂവാറ്റുപുഴയ്ക്ക് വലതുവശത്തേക്കാണ് വഴി. ഇപ്പോൾ നമുക്കിവിടെ ഒരു വിത്തുൽപാദന കേന്ദ്രം കാണാം. കോട്ടയം ജില്ലാ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന കർഷക കോഴ ഒരു ബൈപ്പാസ് പണിയുന്നുണ്ട് അവിടെ. നമ്മുടെ വണ്ടി എങ്ങനെ ഇച്ചിരി കുലുക്കൊക്കെയാണ്. ഒരു റിലയൻസിൻ്റെ സ്മാർട്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. KSRTC യാത്ര ചെയ്യണം. ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് അടിപൊളി വൈവാണ്. തലയോലപ്പറമ്പിലേക്കുള്ള സൈൻ ബോർഡൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ ബസ് വൈക്കം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എപ്പോൾ വന്നാലും ഒരു ഗുഡ്സ് ട്രെയിൻ കാണാം. ഞാൻ ഇന്നും വൈക്കത്തിന് പോയിട്ട് വന്നതാണ്. എപ്പോഴും ഒരു ഗുഡ്സ് ട്രെയിൻ അവിടെ കാണാം. എപ്പോൾ ചെന്നാലും വൈക്കത്തിന് പോകുന്ന വഴിക്കെല്ലാം അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്ന കാണാം. എന്താ സംഭവം എന്നറിയത്തില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോൾ നോക്കിയാലും അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കാണാം. അങ്ങനെ ഒരു ഓലയുടെ ഷോറൂം, കുറേ ഓലയുടെ വണ്ടി കിടപ്പുണ്ട്. ഇതെല്ലാം തിരിച്ചു വന്ന സാധനമാണ്. കേടായി വന്നതാണോ എന്ന് തന്നെ ഡൗട്ടാണ്. ഇഷ്ടം പോലെ ഓലയുടെ സ്കൂട്ടർ കിടപ്പുണ്ട്. ഇതെല്ലാം കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ വന്നതാണോ? ഇഷ്ടം പോലെയാണ് കിടക്കുന്നത്, പിടിച്ച് കിടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിട്ട് വരുന്നതായിരിക്കും, അറിയില്ല. അങ്ങനെ നമ്മുടെ വണ്ടി മന്ദം ടൗണിലൂടെ പോവുകയാണ്. ഒരു ജിംനേഷ്യം കാണാൻ സാധിക്കുന്നുണ്ട്. വൈക്കം ഇടത് സൈഡിലേക്കാണ് വൈക്കത്തേക്കുള്ള റോഡ്. വൈക്കത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. അടിപൊളി നല്ല കായൽ മത്സ്യം കിട്ടുന്ന സ്ഥലമാണ് വൈക്കം. ഈ വൈക്കത്തൊക്കെ പരമ്പരാഗത രീതിയിൽ മീനെ വിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചൂണ്ടയിടുന്നവരൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഇവിടെയുള്ളവർക്കൊക്കെ നല്ല ഫ്രഷ് മീൻ കഴിച്ചിരിക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ബസ് തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് തലയോലപ്പറമ്പ്. ശരിക്കും ആക്ച്വലി വൈക്കം മുഹമ്മദ് ബഷീർ തലയോലപ്പറമ്പുകാരനാണ്. പക്ഷേ പുള്ളി വൈക്കം
മുഹമ്മദ് ബഷീർ എന്നാണ് പേര് വന്നേക്കുന്നത്. ശരിക്കും തലയോലപ്പറമ്പ് ബഷീർ എന്നല്ലേ ശരിക്കും പേര് വന്നത്. പുള്ളിയുടെ സ്വന്തം നേറ്റീവ് തലയോലപ്പറമ്പാണ്, പിന്നെ വൈക്കം എന്നാണ് പറയുന്നത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ശരിക്കും പുള്ളി തലയോലപ്പറമ്പുകാരനാണ്. നമ്മുടെ വണ്ടി ഒരു പച്ചപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വണ്ടി വൈക്കത്തെത്തുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ വൈക്കത്തെത്തി. വൈക്കത്തിൻ്റെ അമ്പലത്തിൽ അവിടെയുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് അടുത്ത ടൗൺ